Ladies and gentlemen, this is Adesh and welcome to my Kanedi. സായ് പല്ലവിയുടെ ഒരു ലവ് സ്റ്റോറി ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈസ് പടമാണ്. ഏക് ദിൻ, അതിന്റെ മലയാളം ഒരു ദിവസം. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സായ് പല്ലവി, അമീർ ഖാന്റെ മോൻ ജുനൈദ് ഖാൻ ഇവരൊക്കെ അഭിനയിച്ച ഒരു ഹിന്ദി പടമാണ്. അയ്യോ ഹിന്ദി, ഞങ്ങൾക്ക് ഹിന്ദി അറിയില്ല. അവിടെ ഹിന്ദി അറിഞ്ഞിട്ടാണ് അപ്പൊ എല്ലാരും പടം കാണുന്നത്. എനിക്ക് ആകെ അറിയുന്ന ഹിന്ദി കുച്ചു കുച്ചു ഓട്ടാ ഹെ, കബി കുശി ബബിൾ കം, ഇതൊക്കെയാണ്. എന്നിട്ട് ഞാൻ പടം കാണില്ലേ, തമിഴ് വേർഷൻ അവൈലബിൾ ആണ്. സോ ഇതൊരു തായ് ഡ്രാമയുണ്ട്, വൺ ഡേ. അതിന്റെ ഒരു റീമേക്ക് ആണ്, ഒഫീഷ്യൽ റീമേക്ക് ആണ്. അപ്പൊ നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു കാര്യമില്ല. അത് കണ്ടിട്ടില്ലെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. ഞാൻ പറഞ്ഞു അത്രയും ബ്യൂട്ടിഫുൾ പടം. മറ്റേ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നു. ഞാൻ വെച്ചാൽ സായ് പല്ലവിയുടെ പടമൊക്കെ അമീർ ഖാൻ എന്തിന് പ്രൊഡ്യൂസ് ചെയ്യണം? ഇങ്ങനെ ഇത്രയും നന്നായോ? പിന്നെ സ്വന്തം മകന്റെ പടം തന്തപ്പടി അല്ലാതെ പിന്നെ വേറെ ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ സായ് പല്ലവിയുടെ ക്യാരക്ടറിന്റെ പേരാണ് മീര. ആ കൊച്ചു വർക്ക് ചെയ്യുന്നത് മൈക്കോൺ ഡിജിറ്റൽ പറഞ്ഞ കമ്പനിയിലാണ്. എടുത്ത് പറയാൻ കാരണം ഇവരാണ് എയർടെലിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൊടുത്തെന്നൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. സത്യാവസ്ഥ എനിക്ക് അറിയില്ല. സായ് പല്ലവിക്ക് ആളുടെ ബോസുമായിട്ട് ഭയങ്കര പ്രേമമാണ്. ഈ ചങ്ങായിയാണ് വെച്ച കല്യാണം കഴിച്ച് ഡൈവേഴ്സിന്റെ വക്കിൽ നിൽക്കുകയാണ്. സായ് പല്ലവി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കൊച്ചിന്റെ ഡ്രീം എന്താണ് വെച്ചാൽ സ്നോ മിക്കിയ. അതിന്റെ ഒരു ഏഴ് സ്നോ മിക്കി ഒപ്പിക്കണം, ജപ്പാനിൽ പോയിട്ട് ഒരു സ്നോ ഫെസ്റ്റിവൽ കാണണം. ഇതാണ് ഇത്ര കൊച്ചിന്റെ അന്ത്യാഭിലാഷം കം ജീവിതാഭിലാഷം. എന്നാൽ ഈ കൊച്ചിന് സീക്രട്ട് ആയിട്ട് നമ്മുടെ ജുനൈദ് ഖാൻ പ്രേമിക്കുന്നുണ്ട്. ആളുടെ ക്യാരക്ടറിന്റെ പേരാണ് ദിനേശ് അക്കഡിനോ. അത് ഭയങ്കര റിലേറ്റബിൾ ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും ലൈഫിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് ഒരു സീക്രട്ട് ലവ് സ്റ്റോറി ഉണ്ടാവും. പറയാൻ മടിച്ച എന്നാൽ ഭയങ്കര ഡീപ്പായിട്ട് ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവും. അത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഈ ചങ്ങായി വെച്ചാൽ ഭയങ്കര പാവമാണ്. വായയിൽ വിരലിട്ടാൽ പോലും കടിക്കില്ല, അത്രയും പാവപ്പെട്ട ഒരുത്തന് സായ് പല്ലവി ഇഷ്ടമാണെന്ന് പോയി പറയാൻ ഒരിക്കലും ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ അത് അങ്ങനെ സീക്രട്ട് ആയി ഇരിക്കുന്ന സമയത്താണ് ഇവരെല്ലാവരും കൂടിയിട്ട്, ഈ കമ്പനിയിലുള്ള എല്ലാവരും കൂടിയിട്ട് ജപ്പാനിക്ക് ഒരു 5 ദിവസം ടൂർ പോണത്. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഞാൻ സായ് പല്ലവിയുടെ അത്ര വലിയ ഫാൻ ഒന്നുമല്ല. എനിക്ക് റീസെന്റ് അമരം കണ്ടിട്ട് തന്നെ മുക്കുന്തേ പറഞ്ഞപ്പോ എനിക്ക് പ്രാന്താ പിടിച്ചത് കേട്ടിട്ട്. എന്നാൽ സായ് പല്ലവി നന്നായി അഭിനയിച്ച സിനിമയുണ്ട്. ഈ സിനിമയുടെ ആദ്യത്തെ കുറച്ച് പോർഷനൊക്കെ ഉണ്ട് ബോസ് ആയിട്ട്. സായ് പല്ലവി എപ്പോഴൊക്കെ ഓവർ എക്സൈറ്റഡ് ആവുന്നുണ്ടോ, ഓവർ ഇമോഷണൽ ആവുന്നുണ്ടോ, ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നുന്നത്. ഭയങ്കര ഓവർ ആക്ടിങ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ വിചാരിച്ചു ഇത് പ്യുവർ അപരാധമായിരിക്കുന്ന വിചാരിച്ചു. എന്നാൽ ഇവര് ജപ്പാനിൽ പോയപ്പോ തൊട്ടിട്ട് ഈ സിനിമ ഭയങ്കര ബ്യൂട്ടിഫുൾ ആ. അവിടെ വെച്ചിട്ട് സായ് പല്ലവിക്ക് മെമ്മറി ലോസ് ഉണ്ടാവും ഒരു ദിവസം. അതാണ് ഏക് ദിൻ എന്ന് പറയുന്നത്. അവിടെ അങ്ങോട്ട് ഭയങ്കര രസമാണ്. എസ്പെഷ്യലി സായ് പല്ലവിയും ഈ ജുനൈദ് പറഞ്ഞ ഈ ചങ്ങായും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമാണ്. നെപ്പോ കിഡ് ആണെങ്കിലും ദിസ് ഗായ് ഈസ് ഇംപ്രൂവിങ്. ഡേ ബൈ ഡേ ആൾ ഇംപ്രൂവ് ആവുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. വൻ പെർഫോമൻസ് നടത്താനുള്ള സംഭവം ഒന്നും ഇല്ല, ഒരു ഡമ്മി പീസ് പോലെയാണ്. നമ്മുടെ പഠിക്കുന്ന സ്കൂളിലൊക്കെ ഫ്രണ്ട് ബെഞ്ചിൽ ഭയങ്കര നീറ്റായിട്ട് മിസ്റ്റർ പെർഫെക്റ്റ് ആയിട്ട് പഠിപ്പിയായിട്ട് ഒരു ചെറുക്കൻ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ചങ്ങായിയാണ് ജുനൈദ് ഖാന്റെ ക്യാരക്ടർ. ആള് പക്ഷെ വൃത്തിക്ക് എന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിലേക്ക് എവിടെ നോക്കിയാലും പാട്ടാണ്, നല്ല രസമുള്ള പാട്ടുകളാണ്. പക്ഷെ ഒരു മൊമെന്റ് കഴിയുമ്പോൾ അത് കുറച്ച് വെറുപ്പിക്കലായി തോന്നി. ജപ്പാൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇത് ഇവര് ജപ്പാൻ തന്നെയാണ് എടുത്ത് കാണിച്ചത്, അത് വേറെ എവിടെയെങ്കിലും സെറ്റ് ഇട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വിഷ്വൽസ് ഒക്കെ കിട്ടുമായിരുന്നു. എസ്പെഷ്യലി ജപ്പാന്റെ മറ്റേ സ്നോ ഫെസ്റ്റിവല്, മറ്റേ എന്തൊക്കെ പരിപാടിയൊക്കെ കാണിക്കുന്നു, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സോങ്സ് ഓൾസോ നൈസ് ആയിരുന്നു. പിന്നീട് ടുവേർഡ്സ് എൻഡ് ഒരു ഇമോഷണൽ സീൻ ഉണ്ട്, ഒരു കെഫേയിൽ എന്തോ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ജപ്പാനീസ് റെസ്റ്റോറന്റിൽ വെച്ചിട്ട് ഈ ചെറുക്കനും സായ് പല്ലവിയും തമ്മിൽ. അത് അടിപൊളിയായിരുന്നു, അത് അടിപൊളി. ഇവരുടെ റൊമാൻസ് ഒരു പോയിന്റിൽ പോലും വെറുപ്പിക്കലായിട്ടോ ക്രിഞ്ചായിട്ടോ തോന്നിയില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിപ്പോ മറ്റേ തായ് വേർഷന്റെ ലെവൽ വന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല, ഞാൻ അത് കണ്ടിട്ടില്ല. ചിലപ്പോൾ അത് ഇതിലും കിട്ടുമായിരിക്കും, കണ്ടവരുണ്ടെങ്കിൽ പറയാ. അത് കാണാതെ ഇത് കാണുമ്പോൾ ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സായ് പല്ലവി ചില സമയത്തൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും നല്ല നല്ല സീന് നല്ല വൃത്തിക്കാനായി പെർഫോം ചെയ്തു. സോ സായ് പല്ലവിയാണ് കൽക്കി 2 ദീപിക പദുക്കോണിന്റെ ക്യാരക്ടർ ചെയ്യുന്നതൊക്കെ പറയുന്നത്. അതൊന്നും എനിക്ക് തോന്നുന്നില്ല സായ് പല്ലവിയെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. തുമ്പിയെ കൊണ്ട് ചെറിയ ചെറിയ കല്ലൊക്കെ നമുക്ക് എടുപ്പിക്കാം, തുമ്പിയെ കൊണ്ട് നമുക്ക് ഒരിക്കലും ഇഷ്ടിക ചമപ്പിക്കാൻ പറ്റില്ല. ദീപിക പദുക്കോണിന്റെ ആ ഒരു ക്യാരക്ടർ കൽക്കിൽ ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ, ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. സായ് പല്ലവി എവിടെയൊക്കെ പെർഫോം ചെയ്താലും അവിടെ ഒരു ക്യൂട്ട്നെസ് ക്രിഞ്ച് സാധനം കയറി വരും ഏതെങ്കിലും ഒരു മൊമെന്റിൽ.
ഗാർഗി ഈസ് ഡിഫറെന്റ്. പക്ഷെ ഈ ക്യാരക്ടർ ഒന്നും എനിക്ക് തോന്നുന്നില്ല സായി പല്ലവിയെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന. ചെയ്തു കഴിഞ്ഞാൽ അതിഗംഭീരം, അത്ര പറയാൻ. കാരണം ദീപിക പദുക്കോണ്ട് ആ ഷൂസ് ഫില്ല് ചെയ്യാ പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. കാരണം ദീപിക പദുക്കോൺ ഇന്ത്യൻ സിനിമയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ആണ്. അതിപ്പോ നമ്മൾ മെയിൽ ഫീമെയിൽ ആ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയണ്ട. ഈവൻ മെയിൽ ആക്ടേഴ്സിന് ഒപ്പം നിൽക്കുന്ന പെർഫോമൻസ് ആയിരിക്കും ദീപിക പദുക്കോണ്ട് ഏത് പടമാണെങ്കിലും. അപ്പൊ ആ ഒരു ഷൂസ് ഫില്ല് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. സായി പല്ലവിക്ക് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിഗംഭീരം തന്നെ പറയാൻ പറ്റുള്ളൂ. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഏക് ദിൻ സിനിമ തമിഴ് അതേപോലെ ഹിന്ദി ഭാഷയിൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.